കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഗിരിയുടെ വീട്ടുകാരവളെ കൈയൊഴിഞ്ഞിരിക്കുക. വീട്ടുകാരല്ലേ ഉള്ളൂ, ഗിരി അവളെ കൈയൊഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭാവിയിൽ ബന്ധുക്കൾ അവളെ അംഗീകരിക്കും. തന്നെയല്ല, ഇത് സ്വത്തിന്റെ കാര്യ. അന്നേരം എല്ലാം കൂടി ഒറ്റ കെട്ടാവും. എതിർപ്പൊക്കെ അങ്ങ് അലിഞ്ഞു പോവും. ഒരു വരവ് വന്നിട്ട് അവകാശം ചോദിച്ചാ കൊടുത്തേ പറ്റൂ. അത് സൗദാമിനി പറഞ്ഞത് ശരിയാ. നമ്മൾ അതിന് പ്രതിവിധി കണ്ടേ പറ്റൂ. അത് അപ്പ ആലോചിച്ച പോരെ? പോരാ. ഇപ്പോഴേ പരിഹാരം കണ്ടുവെക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും വേണം. രമേശന്റെ ഈ തണുപ്പ മട്ട എനിക്കിഷ്ടപ്പെടാത്തത്. എടാ, ഇത് 1-2 രൂപയുടെ കാര്യമല്ല. മുല്ലമുറ്റത്തെ മുഴുവൻ സ്വത്തുക്കളും രണ്ടായിട്ട് പോകുന്നത്. പങ്കുവെക്കാതെ അത് അപ്പടി നമ്മുടെ കയ്യിൽ വന്നാ പുളിക്കോ? രമേശൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളൊരു കോട്ട പോലെ ബലമായിട്ട് നിൽക്കുന്നുണ്ടാ. അല്ലെങ്കിൽ നിന്റെ ഭാര്യ എപ്പം അപ്പുറത്ത് ചാടിന്ന് ചോദിച്ചാ മതി. ഗംഗ എന്ന് പറഞ്ഞാൽ ഗീതയ്ക്കിപ്പോഴും തേന. പോരാത്തതിന് ഭാര്യരുമുണ്ട്. അതുകൊണ്ട് എന്താണ് മനസ്സിലായില്ലേ നിനക്ക്? ഭാര്യരുടെ കൂട്ടുപിടിച്ച് ഗംഗയെ സഹായിക്കാൻ ഗീത ശ്രമിക്കുമെന്ന്. ഗിരിയുടെ ആൾക്കാരെയും കൂട്ടി അവള് വരുമ്പോ അവരും ആ സൈഡ് ചേരും. അതും പോരാത്തതിന് രുക്മിണി ഉമയും. അത്രയും പേരും ഒരുമിച്ച് നിൽക്കുവാന്ന് വെച്ചാൽ അത്ര നിസ്സാരമല്ല. നിയമപരമായിട്ട് നോക്കിയാലും അവരുടെ ഭാഗമാ ശരി. കുടുംബ സ്വത്തിന് 2 മക്കളും തുല്യ അവകാശികളാണ്. ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതേസമയം മുല്ലമുറ്റത്ത് ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഗംഗ ഒറ്റപ്പെടും. അതുകൊണ്ട് ഗീത നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കണം. അതിന് ഞാൻ അവിടെ ഉണ്ടായില്ലേ പറ്റൂ. അതാണ്, അങ്ങനെ ചിന്തിക്കേ. അതിനുള്ള അവകാശം രമേശനുണ്ട്. മുല്ലമുറ്റത്തെ മൂത്ത മരുമകനാ നീ. അതായത് മകന്റെ സ്ഥാനം. മാഷിന്റെ അഭാവത്തിൽ കാര്യങ്ങൾ നോക്കാൻ അവിടെ തങ്ങുന്നെന്ന് ആൾക്കാർ കരുതും. അത് നിനക്ക് അനുകൂലമായിട്ട് വരും. ഒരു കാരണവശാലും ഗീത മറുവശത്തേക്ക് ചായരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ഇനി രമേശൻ നോക്കിക്കോളൂ. ദേ നോക്കണം കേട്ടാ. രമേശിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവൻ എന്റെ മോനാന്നുള്ള കാര്യത്തിലാണോ? എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് സംശയമുണ്ട്? ദേ മനുഷ്യ, നമ്മളിപ്പ പറഞ്ഞ വിഷയം വേണ്ടതുപോലെ അവൻ കൈകാര്യം ചെയ്യുവോ? ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. സൗദാമിനിയുടെ ഈ ചോദ്യം കേട്ടപ്പോ നിനക്ക് ഈ കാര്യത്തിൽ വിശ്വാസം പോരാന്ന് എനിക്ക് പിടികിട്ടി. തുറന്നു പറഞ്ഞാല്
എനിക്കത്ര ഉറപ്പ് പോരാ. നിന്റെ ആർത്തിയും എന്റെ അത്യാർത്തിയും ചേർന്ന് ഒരു അക്രാന്തം കിട്ടിയിട്ടുണ്ടെങ്കിലും രമേശിന് ഒരു ഇനിഷ്യൽ പുള്ളിങ് ഇല്ല. നമ്മൾ എരിവ് കയറ്റിയെങ്കിലേ അവൻ ചൂടാവും. അതിന് എപ്പോഴും അവിടെ ചെന്നങ്ങ് എരിവ് കയറ്റി കൊടുക്കാൻ പറ്റുമോ? ആട്ടെ, നിന്റെ ഈ മനസ്സിൽ വല്ല ഐഡിയ തോന്നുന്നുണ്ടോ? ഗംഗ ഒരു കാരണവശാലും ഇനി മുല്ലമുറ്റത്തേക്ക് വരരുത്. അഥവാ വന്നാൽ ആ പടി കടക്കരുത്. മറ്റൊരു കാര്യമുണ്ട് സൗദ, ഇനി അവൾ വരാൻ സാധ്യതയില്ല. ആത്മാഭിമാനം ഉള്ളവളാണെങ്കിൽ വരില്ല. അവക്കില്ലാത്തതോ അത് തന്നെയല്ലേ ആത്മാഭിമാനം. ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി കാണിക്കോ? ഗിരി നാട്ടിലില്ലാത്തോണ്ടാണല്ലോ അവളിങ്ങനെ ചുറ്റിത്തിരിയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ വിവരങ്ങൾ അറിയും. അപ്പൊ അവന്റെ വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. അവര് രണ്ടും കൽപ്പിച്ച് ഗംഗയെ കൊണ്ടുവന്നാൽ പ്രശ്നമാവില്ലേ? 3 തരം പ്രശ്നമാവും. ആ, അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും പ്രശ്നം പറഞ്ഞ് ചുമ്മാ എതിർക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സപ്പോർട്ട് ഒന്നും കിട്ടത്തില്ല. പ്രായപൂർത്തിയായ പെണ്ണ. ചുരുക്കത്തിൽ മുല്ലമുറ്റത്ത് ഗംഗ കയറും. വേണമെന്ന് വിചാരിച്ചാൽ കയറാം. എങ്കിൽ മുല്ലമുറ്റത്ത് കയറണമെന്ന് അവൾ വിചാരിക്കരുത്. വിചാരിച്ചാലല്ലേ കയറൂ. വിചാരിക്കരുത്, വിചാരിപ്പിക്കരുത്. അതിനുള്ള പഴുത് നിങ്ങൾ ഇപ്പോഴേ അടയ്ക്കണം. അതെങ്ങനെ? ഉദ്യോഗത്തിന്റെ പവർ ഉപയോഗിച്ച് ഗിരിയുടെ വീട്ടിൽ ചെന്ന് പോലീസ് മുറയിൽ ഒരു പ്രകടനം അങ്ങ് നടത്തണം. എടി, അത് വേറെ സ്ഥലമാ, വേറെ സ്റ്റേഷൻ അതിർത്തിയാ. പിന്നെ അവിടെ ഇരിക്കുന്നവര് പോലീസിന്റെ ചട്ടവും റൂളും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കല്ലേ. നിങ്ങൾ ഇത്തരം യുക്തി ഒന്നും നോക്കണ്ട. നേരെ ചെല്ലുക. ഗംഗയെ ആ വീട്ടിൽ കയറ്റിയ കുടുംബത്തെ മുഴുവൻ കേസിൽ പെടുത്തി അകത്താക്കുമെന്ന് അങ്ങ് പറയണം. വെറുതെ പറഞ്ഞാ പോരാ, ഭീഷണിയായിരിക്കണം. അതിലും കുറെ കൂടി ഏക്കുന്ന ഒരു നമ്പറുണ്ട്. ഗൾഫിലുള്ള ഗിരിയെ കേസിൽ കുടുക്കി ജോലി തെറിപ്പിക്കുമെന്ന് കാച്ചാം. രായ്ക്ക് രാമായണവൻ പണി നഷ്ടപ്പെട്ട് നാട്ടിലെത്തുമെന്നും പറയാം. ഒരു കാര്യം കൂടിയുണ്ട്. അവക്ക് എസ്കോട്ടായിട്ട് നടക്കുന്ന ആ സോളമനില്ലേ, അവനെയും കാണണം. എന്നിട്ടൊന്ന് വിരട്ടി നിർത്തണം. അത് ഞാൻ ഏറ്റു. അല്ലെങ്കിൽ തന്നെ ഞാൻ അവൻ ഉന്നം വെച്ചിട്ടിരിക്കുക. അത്രയുമായാൽ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിട്ട് അവൾ അങ്ങ് പതറും. പിന്നെ ഗംഗയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ ചെയ്യാൻ: ആത്മഹത്യ. അത് വൈകാതെ സംഭവിക്കും സൗദ. അവളൊന്ന് തീർന്നു കിട്ടിയാലുണ്ടല്ലോ സമാധാനായി. അവളെ തലയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണല്ലോ. അവരെ കൊണ്ട് ഒപ്പിടിച്ചോ കൈമുദ്ര പതിപ്പിച്ചോ സ്വത്തെല്ലാം ഗീതയുടെ പേർക്ക് ആക്കണം. എങ്കിൽ ഇനി വൈകുന്നില്ല, നേരെ ഗിരിയുടെ വീട്ടിൽ പോവുക തന്നെ. അതെങ്ങനെ ശരിയാവുന്നേ? മാഷിനോട് ചോദിച്ചു നോക്കാം. മാഷേ, കല്യാണത്തിരക്കിനിടയിൽ മാഷിനെ വിളിക്കണ്ട. 6, 7, 8. ഗംഗേ മോളെ, ഈ കുട്ടി ഇതെവിടെ പോയി കിടക്കുന്നു? ഗംഗേ, സാരമില്ല ഗീതേ, ഇങ്ങനെ സംസാരിക്കുന്നല്ലാതെ ശാരദേട്ടത്തെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അതൊരാശ്വാസമല്ലേ? എന്നാലും അമ്മ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ നെഞ്ചുരുക്കി പോവാ. ഗംഗയുടെ കല്യാണത്തെ പറ്റിയാ മിക്കവാറും പറയുന്നത്. ഏട്ടത്തിയുടെ മനസ്സ് എപ്പോഴും അവിടെ നിൽക്കുക. ഗംഗയൊന്ന് കാണുന്നതിനെ കുറിച്ചാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. രമേശ് ചേട്ടനും പുള്ളിക്കാരന്റെ വീട്ടുകാരും അറിയാതെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണണം. എങ്ങനെ ജീവിക്കുന്നേന്ന് അറിയണം. എന്തോ കുഴപ്പത്തിലാണെന്ന ആശങ്കയാ എന്റെ മനസ്സിൽ. ശരിയാ ചേച്ചി, എനിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പൊറുക്കാൻ പറ്റുന്ന പ്രവൃത്തിയല്ല അവൾ ചെയ്തത്. പക്ഷെ ഒരിടത്തും ആശ്രയം കിട്ടാതെ ഒരു അനാഥയെ പോലെ അവൾ അലഞ്ഞു നടക്കുന്നു ഓർക്കുമ്പോ എത്രയായാലും ചേച്ചിയല്ലേ ഞാൻ. ഗംഗ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. ഗീതേ, അത്തരത്തിലൊരു സ്വപ്നം കണ്ടു ഞാൻ. സ്വപ്നമൊന്നും കണ്ടില്ലെങ്കിലും എനിക്കും എന്തോ അങ്ങനൊരു ഭയമുണ്ട് ഗീതേച്ചി.
അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് ഗംഗയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഗംഗയെ ഫോണിലൊന്ന് ബന്ധപ്പെടാൻ ഞാൻ ഒരുപാട് തവണ നോക്കി. അത് സ്വിച്ച് ഓഫ് ആണ്. ഒന്നുകിൽ നമ്പർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അതിനർത്ഥം ഗിരിയുടെ കോളും അവള് പ്രതീക്ഷിക്കുന്നില്ലെന്നാ? അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കോ? വേറെ നമ്പർ എടുത്തു കാണും, അതാ. ഗംഗ കൂടി നഷ്ടപ്പെട്ട ആലോചിക്കാൻ വയ്യ എനിക്ക്. ചേച്ചി, സ്വബോധമില്ലാത്ത അമ്മയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഗീതേച്ചി, എങ്ങനെയായാലും വേണ്ടില്ല, എനിക്ക് ഗംഗയെ കണ്ടുപിടിക്കണം. ഭാര്യരംഗളിനോട് പറയാ സഹായിക്കാൻ. എന്തായാലും കണ്ടേ പറ്റൂ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? എടേ ഗംഗേ, ഇവിടെ ആരുമില്ലേ? ആ, ഞാൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ഞാൻ വീട്ടിൽ കയറിയില്ല, നേരെ ഇങ്ങോട്ട് തന്നെ പോന്നു. ശാരദേട്ടത്തിയുടെ ഡോക്ടറെ കണ്ടേ. എന്നിട്ട് രോഗിയെ എപ്പോഴും നേരിട്ട് കണ്ട് ചികിത്സിക്കേണ്ട രോഗമാണ്. നമ്മൾ എന്ത് ചെയ്യാനാ? സൗകര്യം പോലെ ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ആ, സൗകര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ സൗകര്യം. രമേശനോ SIയോ എപ്പോഴാ തടസ്സം പിടിക്കാൻ ഇവിടെ ഉണ്ടാവുക എന്നറിയില്ലല്ലോ. അവർക്ക് ഡോക്ടറെന്നോ വൈദ്യനെന്നോ ഉള്ള വ്യത്യാസം വല്ലതുണ്ടോ? പിന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ നമ്മൾ അബദ്ധത്തിലാവും. ആ, എന്തായാലും നോക്കാം. ഇതാ ശാരദേട്ടത്തിക്കുള്ള മരുന്നാണ്. ഓരോന്നും കൊടുക്കേണ്ട സമയം വേർതിരിച്ചെഴുതിയിട്ടുണ്ട്. ദാ മോളെ. രമേശനോ മറ്റോ ഇങ്ങോട്ട് വന്നോ മോളെ? ഇല്ലച്ചാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ കൃത്യമായിട്ട് അവരിവിടെ കാണും, അത് അച്ചട്ടാ. നമ്മൾ ശാരദേട്ടത്തിക്ക് വേണ്ടി ഡോക്ടറെ കാണുന്നതും മരുന്ന് വാങ്ങുന്നതും ഒന്നും രമേശന് അറിയണ്ട. അതറിഞ്ഞാ പിന്നെ അടുത്ത കലഹത്തിനുള്ള കാരണം അതാകും. ഗീതയോടൊന്ന് പറഞ്ഞേക്കണേ. ഗീതേച്ചി അച്ഛനോടൊരു കാര്യം സംസാരിക്കാനിരിക്കുക. എന്താ മോളെ? ഗംഗയുടെ കാര്യോ? അത്യാവശ്യമായി ചേച്ചിക്ക് അവളെ കാണണമെന്ന്. ഗീത പറയുന്നതിലും കാര്യമുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഗംഗ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് അവളെ ഇറക്കി വിട്ടു. എങ്ങും ഒരു ആശ്രയം കിട്ടാത്ത ഗംഗ എന്ത് ചെയ്യും? എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന ചേച്ചിയുടെ പേടി. ഗീതേച്ചിക്ക് മാത്രമല്ല, എനിക്കും ഉണ്ടാ ഭയം. അതുകൊണ്ട് അച്ഛൻ ഗംഗയെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ആ കുട്ടിക്കിപ്പോ ഫോണൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ഇവള് വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെ ചെന്ന് അന്വേഷിക്കാനാ രുക്മിണി? ഗിരിയുടെയോ സോളമൻ്റെയോ വീട് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ ആ സോളമൻ്റെ നമ്പർ വാങ്ങാനും പറ്റിയില്ല. അതിനു പറ്റിയ സന്ദർഭം ആയിരുന്നില്ലല്ലോ അന്ന്. എന്തായാലും അച്ഛനൊന്ന് മനസ്സ് വെക്കണം. മോള് പറഞ്ഞതൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കും. എന്നാലും അതിന് ചില വരും വരായികളൊക്കെ ഉണ്ട്. ഗംഗയെ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? പറയാതെ തന്നെ അതിനുള്ള കാരണം നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കാനാവോ? അതൊരു ഭാരം ആവില്ല അച്ഛാ. ഗംഗ കൂടി അവിടെ നിന്നോന്ന് വെച്ച എന്താ? മോൾ എന്തറിഞ്ഞിട്ടാണ്? അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. പ്രശ്നക്കാരാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഗീത ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രമേശന്റെ അച്ഛൻ തീരുമാനിക്കുന്നതാണ് നടപ്പിലാവുന്നത്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഗംഗയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കുണ്ട് പ്രയാസം. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വേറിട്ട് കരുതിയിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്നിട്ടൊരു രൂപവുമില്ല. രമേശനെങ്കിലും നമ്മളോട് അയവ് കാണിച്ചിരുന്നെങ്കിൽ. ആ, നീ ഇതകത്തുണ്ടേക്ക്. ആ, രമേശന്റെ കാര്യം ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. വാര്യരങ്ങളുടെ കാര്യം ഞാൻ ജസ്റ്റ് ആലോചിച്ചതേ ഉള്ളൂ. അതെന്താണാവോ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അങ്കിൾ ഇവിടെ കാണൂലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒറ്റയ്ക്കല്ല, ഫുൾ ഫാമിലിയും എന്ത് സഹായത്തിനും ഇവിടെ ഉണ്ടാവും അറിയാം. ചിലപ്പോൾ തോന്നും
ഇത് അങ്കിളിന്റെ വീട് തന്നെയാണെന്ന്. ഇത്രയും നല്ല അയൽക്കാരെ കിട്ടിയത് ഭാഗ്യാണ്. നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ. സന്മനസ്സുള്ളവർക്കേ ഇതൊക്കെ പറ്റും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് രമേശ. അയൽക്കാരായിട്ടല്ല മാധവ മാഷ് ഞങ്ങളെ കണ്ടിരുന്നത്. ഗംഗയും ഉമയും തമ്മിൽ കൂടപ്പുറപ്പുകളെ പോലെയായിരുന്നു. ഗംഗ പോയത് ആ കുട്ടിക്ക് വലിയ സങ്കടമായിട്ടുണ്ടാവും. സംശയം ഉണ്ടാവും. ഉമ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാഷിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ മുറപ്രകാരം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അസ്ഥി തിരുവല്ലത്തോ വർക്കലിലോ കൊണ്ടൊഴുക്കണം. അതിന് സമയമായില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാധവ മാഷിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഗംഗയുടെ കാര്യമാണ്. ആ കുട്ടി ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നിടത്തോളം മാഷിന്റെ ആത്മാവിനും ഗതി കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇയാളോട് ആത്മാവെന്ന് പറയല്ലേ ഗതി കിട്ടില്ലെന്ന്. മക്കളെ രണ്ടുപേരെയും അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ആളല്ലേ. പക്ഷെ അങ്കിൾ, അങ്ങനെ സ്നേഹിച്ച് വളർത്തിയ മകൾ കാണിച്ച അതിക്രമത്തിന്റെ പേരിലല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പം ആ മകളോട് ദേഷ്യമല്ലേ ഉണ്ടാവും? അത് ജീവിച്ചിരുന്നപ്പോൾ. ഇപ്പം മാധവ മാഷില്ല, ആത്മാവേ ഉള്ളൂ. ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആത്മാവ് പൊറുക്കില്ല രമേശ. അതുകൊണ്ട് മോൻ ഇതിൽ ഇടപെടണം. ഗംഗയ്ക്കൊരു തണല് വേണം, ഒരു അഭയസ്ഥാനം. ബാഹുലേ സാറിനെ പറഞ്ഞു മനസ്സിലാക്കി രമേശ മുൻകൈ എടുക്കണം. ഗീതയുടെ ഭർത്താവായ ഞാൻ അനിയത്തെ കൂടി ഏറ്റെടുക്കണമെന്നാണോ അങ്കിൾ പറയുന്നത്? അങ്ങനെയൊന്നും അല്ല. ആ കുട്ടിയെ സഹായിക്കണമെന്നേ ഞാൻ പറഞ്ഞു. അതിനുള്ള പ്രാപ്തിയുള്ള ആളാണെന്ന് കണ്ടിട്ടാണല്ലോ അവൾ ഗിരിയുടെ പിന്നാലെ പോയത്. അയാളിപ്പോ സ്ഥലത്തില്ലല്ലോ. വാര്യനങ്ങള് പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. മതി, ആലോചിച്ചിട്ട് മതി. അച്ഛൻ ലേശം മുൻകോപക്കാരനാണെങ്കിലും രമേശൻ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഗീതയോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചു വരുന്നത്. മോൻ വിചാരിച്ച ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കാനാവും. രമേശൻ വിചാരിക്കുന്നേ. ഗംഗയ്ക്ക് ഈ വീട്ടിൽ അഭയം കിട്ടിയ എല്ലാവർക്കും ഒരു സമാധാനമാവും. ഗംഗ വന്നാൽ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല. അവൾക്ക് തുല്യ അവകാശമുള്ള സ്വത്തുക്കളാ മുല്ലമുറ്റത്തേത്. രമേശനൊന്നും പറഞ്ഞില്ല. അതെ, ആന്റി പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഗംഗ തിരിച്ചു വന്ന ശാരദേട്ടത്തിയുടെ അസുഖം പൂർണ്ണമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാധവ മാഷിന്റെ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ ശാരദേടത്തേക്ക് ഭ്രാന്തായിരിക്കുന്നതാ നല്ലത്. രുക്മിണി പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. തീർച്ചയായും എനിക്കറിയാമായിരുന്നു. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പറഞ്ഞാൽ രമേശൻ കൂടെ നിൽക്കും. വിദ്യാഭ്യാസവും വിവരമുള്ള ആളല്ലേ. പിന്നെ ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. നമുക്ക് ശാരദയെടുത്തി ആശുപത്രി കൊണ്ടുപോകും. ഉചിതമായ ചികിത്സ കിട്ടിയാൽ അസുഖത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഡോക്ടർ നേരിട്ട് കണ്ട് പരിശോധിക്കണം. ഒക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അങ്കിള് സമാധാനമായിട്ടിരിക്കെ, ഞാനുണ്ടല്ലോ ഇവിടെ. ഗീതയുടെ അമ്മയൊന്നും കണ്ടില്ല. ഞാൻ അകത്തേക്കൊന്ന് ചെല്ലട്ടെ. അച്ഛൻ ഡോക്ടറെ കണ്ടതും മരുന്ന് വാങ്ങിയതൊന്നും രമേശേട്ട് അറിയണ്ട ഗീതേച്ചി. ആന്റി പറഞ്ഞു. ഗീതേച്ചി, രമേശേട്ട ഉറക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോഴാ ഒന്ന് കിടന്നത്. രാത്രിയിലെ ഉറക്കം തീരെ ഇല്ലാത്ത. അമ്മേ വേണ്ട, വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാനെങ്ങും ഉറങ്ങുമൊന്നുമല്ല. പകല് കിടന്നുറങ്ങാൻ എന്താ തലയ്ക്ക് വട്ടുണ്ടോ? അതുകൊള്ളാം. ഒരു 100 കൂട്ടം പണി കിടക്കുന്നു. വന്ന കാലം നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കും രമേശ. അമ്മ എന്തെങ്കിലും കഴിച്ചോ? മാഷ് കഴിക്കാതെ ഞാൻ എന്തെങ്കിലും കഴിക്കുമോ മക്കളെ? രാവിലെ അച്ഛനും മോളും അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലെന്നേ. കല്യാണ ദിവസമാണെന്നുള്ളൊരു വിചാരം വേണ്ടേ?
ദാ നിൽക്കുന്ന രണ്ടെണ്ണം ഇതുവരെ ഒരുങ്ങിയിട്ട് പോലുമില്ല. കുഴപ്പമില്ല അമ്മേ, സമയമൊന്നും ആയിട്ടില്ല. ചെറുക്കൻ കൂട്ടർ വന്നോ? അവർ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് വരിക. ആ പിന്നെ മാഷിന്റെ ഒരു ചെറിയമ്മ ചേപ്പാട്ടുണ്ട്. പുള്ളിക്കാരി വരുമ്പോ ഗംഗയെ കൊണ്ട് ദക്ഷിണ കൊടുപ്പിക്കണം. മോനത് ഓർത്തോണം. ഒക്കെ ഞാൻ ഓർത്തോളാം അമ്മേ. അല്ല, അനിയത്തിയുടെ കല്യാണമായിട്ട് ഇതാണോ വേഷം? നല്ലൊരു ഉടുപ്പും കസവും മുണ്ടും വേണം. എന്താ ഗീത ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? വേറെ നല്ല ഡ്രസ്സുണ്ടമ്മേ, സമയം 50 ഇട്ടോളാം. ശരിയാ ഗീത പറഞ്ഞത്. ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും. അതുവരെ അമ്മയൊന്ന് റെസ്റ്റ് ചെയ്യ്, ഒരു 10 മിനിറ്റ്. അങ്ങനെ പറ. കിടന്നോളൂ ആൻറ്റി. എന്താടോ ഇത്? അമ്മയെ കാണുകയെ ഇങ്ങനെ ഇമോഷണൽ ആകാമോ? മോൻ തുറച്ചേ. എനിക്കൊരു ചായ വേണം. വാ. നീ എങ്ങോട്ടാ? ചായ വേണ്ടേ? ആർക്ക്? ഡെയിലി ആണോ അതോ ഒന്നിടപെട്ട ദിവസങ്ങളാണോ വരവ്? ആര് വരുന്ന കാര്യ? നിന്റെ അച്ഛന്റെ ആത്മാവ് വരുന്ന കാര്യ ചോദിച്ചത്. രമേശ് ചേട്ടാ, ഗംഗയ്ക്ക് അഭയം കൊടുത്തില്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയും പോലും. ഇനി ഗംഗയെപ്പറ്റി ഇത്തരത്തിൽ സംസാരിക്കുകയോ അവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവസാനിക്കുന്നതേ നമ്മൾ തമ്മിലുള്ള ബന്ധമായിരിക്കും. സ്നേഹനിധിയായ അച്ഛൻ ഇനി ഓർമ്മ മാത്രം. ഓർമ്മകളുടെ താളം തെറ്റിയ അമ്മ മുമ്പിലൊരു നൊമ്പര കാഴ്ച. എന്നിട്ടും വിധി ഈ പെൺകുട്ടിയെ വെറുതെ വിടുന്നില്ല. അത്രയ്ക്ക് കൊടിയ അപരാധമാണോ ഗംഗ ചെയ്തത്? പ്രിയപ്പെട്ട അമ്മമാർക്കും പെങ്ങന്മാർക്കും മുന്നിൽ ഈ ചിന്താവിഷയം സമർപ്പിക്കുന്നു. കാത്തിരുന്ന് കാണുക. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.